ഈ നാരായണീയം നാരായണീയം എന്നുള്ള വാക്കുണ്ടല്ലോ, അത് കേരളത്തിലുള്ളവർക്കൊരു പുതുമയല്ല. എൻ്റെ ചെറുപ്പകാലത്ത് 9-10 വയസ്സായി കാണും. ഞാൻ നാരായണീയത്തിലെ ചില ശ്ലോകങ്ങളൊക്കെ ചൊല്ലി കേൾക്കലും പറഞ്ഞു കൊടുക്കലും ഒക്കെയുണ്ട്. ഞാനൊരു അക്ഷരശ്ലോകക്കാരനായിരുന്നു. അതുകൊണ്ട് പല ശ്ലോകങ്ങളും കണ്ടതും കേട്ടതും ഒക്കെ പഠിക്കുമല്ലോ. അപ്പം നാരായണീയത്തിന് എൻ്റെ മനസ്സിൽ പ്രത്യേക ഒരു സ്ഥാനമുണ്ടായിരുന്നു. അങ്ങനെ ഈ നാരായണീയ ശ്ലോകങ്ങൾ ഞാൻ ചെല്ലാറുണ്ട്. ഞാനൊരു നിറഞ്ഞ കുടുംബത്തിലെ ഒടുക്കത്തെ കുട്ടിയായിട്ടാണ് ജനിച്ചത്. 7ാമത്തെ കുട്ടിയായി. എനിക്ക് 2 സഹോദരികളും ബാക്കി എല്ലാവരും സഹോദരന്മാരുമാണല്ലോ. അപ്പോൾ അവരുടെ കുട്ടികളൊക്കെ നമ്മുടെ കുടുംബത്ത് വരും. അവരെ കുളിപ്പിക്കുക, വേണ്ടതുപോലെ നോക്കുക, എങ്ങാനും കരഞ്ഞു എന്നുണ്ടെങ്കിൽ കരച്ചിൽ മാറ്റുക, അതിനുവേണ്ടി തൊട്ടിൽ കിടത്തുക എന്നൊരു സമ്പ്രദായമുണ്ട്. ആ തൊട്ടിൽ കിടത്തി ചിലപ്പോൾ ആ പടിയിൽ കയറിയിരുന്ന് കുതികാലുകൊണ്ട് കുതിച്ച് ഞാൻ തൊട്ടിലാട്ടാറുണ്ട്. അല്ലെങ്കിൽ ചങ്ങല പിടിച്ചാട്ടും. ആ ആട്ടുമ്പോൾ ഞാൻ ഈ നാരായണീയത്തിലെ ആ രാസക്രീഡാ ശ്ലോകങ്ങളാണ് ചൊല്ലുക. അതൊരു താളവൃത്തമാണല്ലോ. എന്താ ആ ശ്ലോകം? കേശപാശധൃത പിഞ്ചികാവിദതി സഞ്ചലന്മകരകുണ്ടലം ഹാരജാലവനമാലികാലളിതം അംഗരാഗഘനസൗരഭം പീതചേലധൃത കാഞ്ചിതമുദഞ്ചതം ശുമണിനൂപുരം രാസകേളി പരിഭൂഷിതം തവ ഹി രൂപമീശകലയാമഹേ. എന്തിനു പറയണു? ഒരു 3-4 ശ്ലോകം ചെല്ലുമ്പോഴേക്കും ഏത് കരയണ കുട്ടിയും കിടന്നുറങ്ങും. ഉറങ്ങാത്ത ഒരു കുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല. എന്താ നിങ്ങൾ വിചാരിക്കുന്നത്? സാധാരണ നമ്മൾ ഈ ഇങ്ങനെയുള്ളതൊക്കെ ചൊല്ലുന്നത് ഭക്തിയുടെ പേരിലൊക്കെയാണല്ലോ. കുട്ടികൾക്ക് അങ്ങനെയുള്ള ഭക്തിയൊന്നും അല്ലല്ലോ അവിടെ. അവർ കരയണു, അവർക്ക് സങ്കടമുണ്ട്. എന്തെങ്കിലും നല്ലതൊന്ന് കേട്ടാൽ കരച്ചിൽ അങ്ങോട്ട് പോവും, അവരുടെ ശ്രദ്ധ മാറും. അതിന് ഉപയോഗിക്കാറുള്ളതാണ്.